അപ്പോൾ ഇന്ന് ഒരു ഫുഡ് വീഡിയോ ആയിട്ടാണ് ഞാനും സിനിയും കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഡെസേർട്ടായിരിക്കും ലഡു. അപ്പോൾ ഈ ലഡു എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഒന്നും കൊണ്ടല്ല ചുരുക്കല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ക്യാരറ്റ് ഉപ്പേരി തിന്ന് മടുത്തു. കാരണം എന്താ വെച്ചാൽ 50 രൂപക്ക് 3 കിലോ ക്യാരറ്റാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എങ്ങനെ ചെലവാക്കും എന്നുള്ളതാണ്. കാരണം ഈ ക്യാരറ്റ് ഉപ്പേരി തിന്നു കഴിഞ്ഞാൽ എത്ര ദിവസം തിന്നാൻ പറ്റും. അപ്പോൾ ഇന്ന് ക്യാരറ്റോട് ലഡു ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് അജ്മൽ. ദിസ് ഇസ് അജ്മൽ അലി പാലേരി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ലഡു ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 4 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കാഷ്യൂ, അത് ചെറുതാക്കി വെക്കണം. കുറച്ച് ഉണക്കമുന്തിരി വേണം കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് ഏലക്ക. പിന്നെ വേണ്ടത് നമുക്ക് നെയ്യാണ്, അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവമാണ്, വളരെ കുറച്ച് ഐറ്റംസ് മതി നമുക്ക് ക്യാരറ്റ് ലഡു ഉണ്ടാക്കി നോക്കാൻ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കി നോക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായില്ലേ? ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ നെയ്യ്. അപ്പോൾ നെയ്യാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ചട്ടി അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലാണ് നമ്മളിതിൽ ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച മുന്തിരി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്തിരി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കാറായിട്ടുണ്ട് കേട്ടോ. തീയൊക്കെ കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് കരിയൂല. അപ്പോൾ ആവരുത്. ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഓക്കെ. ഇനി നമ്മൾ ബാക്കി ആ നെയ്യിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് സിനിയാണ് ഉണ്ടാക്കുന്നത്, ഞാനല്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ. ഇനി എനിക്ക് തോന്നുന്നത് നമ്മൾ എടുത്ത നെയ്യ് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ആയി വന്നപ്പോൾ തന്നെ ഇനി ഇതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. അത് ഗ്രേറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെല്ലാം മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാണ് ചെയ്യാനുള്ളതൊക്കെ. മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ട് ഇതാക്കിയിട്ട് മതി, വലിയ പീസൊന്നും ഇതിൽ മിക്സ് ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാലും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാല് ചേർത്തു, ഇനി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാം ചെറിയ തീയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ ഏലക്ക എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കിത് വേവിക്കാനുണ്ട് കേട്ടോ.
അപ്പം ഇനി ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് കുറച്ച് മിൽക്ക് മെയ്ഡാണ്. ഏകദേശം 1 സ്പൂണ് നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ഇത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. മിൽക്ക് മെയ്ഡ് എല്ലാവർക്കും പെട്ടോളന്നില്ല. കാരണം എന്താ വെച്ചാൽ നല്ല മധുരമായിരിക്കും. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കാം. ഏകദേശം ഇത് വെന്ത് വരുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട്. അതായത് നെയ്യും പിന്നെ കാഷ്യൂവും പിന്നെ ക്യാരറ്റും മിൽക്ക് മെയ്ഡ് എല്ലാം കൂടി ചേർന്ന് നല്ല സ്മെല്ലാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കുറച്ചേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനിപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ടൊന്ന് തണുക്കാൻ വെക്കണം കുറച്ച് സമയം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉരുട്ടി നോക്കാം കേട്ടോ. ലഡുവായിട്ടല്ല, ചോറ് ഉരുട്ടിയിട്ട് നല്ല പരിചയമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഏകദേശം ഇത് കറക്റ്റ് ആയിട്ടില്ല. കാരണം നമ്മൾ ഒന്നുകൂടി ശരിക്കും മിക്സിയിലിട്ട് അടിക്കേണ്ടിയിരുന്നു ശരിക്കും ഇത് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒന്ന് മുന്തിരി ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇനി പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. പൊട്ടൊന്നുമില്ല. സംഭവം വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഓക്കെ, ചെറിയ ലഡുവാണ്. സിൻ്റെ കയ്യിൽ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ലഡു ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഷേപ്പൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, അത് കുഴപ്പമില്ല. അതെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇവിടെ എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായതുകൊണ്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ഇനിയിപ്പോൾ. അപ്പോൾ കഴിച്ചു നോക്കല്ല സിനിയ സംഭവം. കണ്ടിട്ടില്ല, കണ്ട് ഇനി കഴിച്ചതിന് ശേഷം പറയാട്ടോ. ഒരു മിനിറ്റ്, ഷേപ്പുള്ള തന്നെ കൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്നാമത് അതുകൊണ്ട് മാത്രമല്ല, പാല്, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ പഞ്ചസാര, പിന്നെ കാഷ്യൂ എല്ലാം കൂടി ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. തേങ്ങയുണ്ട്. സൂപ്പർ. അപ്പം എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാം. വളരെ സിമ്പിളാണ്. ക്യാരറ്റ് ഉപ്പേരിയൊക്കെ തിന്ന് മടുത്തു കൂടുന്നുണ്ടെങ്കിൽ ആ ക്യാരറ്റ് അങ്ങോട്ട് എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഈ പരിപാടി നോക്കിക്കൂടി. ഭയങ്കര എളുപ്പമാണ് അല്ലേ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ കൂടുതൽ പറയണില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫോർ നൗ.